ഹലോ ഗൈസ്, അങ്ങനെ ചന്ദ്രമതിക്ക് ശ്രുതിയെ കുറിച്ചുള്ള സംശയങ്ങൾ ഇങ്ങനെ കൂടി വരികയാണ്. എന്തായാലും ആ ഒരു സംശയം തീർക്കാൻ വേണ്ടി ചന്ദ്രമതി ബാമയും കൂട്ടി ശ്രുതി ഇല്ലാത്ത സമയം നോക്കിയിട്ട് ബ്യൂട്ടി പാർലറിലോട്ട് പോവാണ്. അവിടെ എത്തിയപ്പോ തന്നെ ചന്ദ്രമതി ഓവർ സ്മാർട്ട് ആവുന്നുണ്ട് കേട്ടോ. ബാമയാണെങ്കിൽ അവിടെ ക്യാബിൽ ഇരിക്കുന്ന ആ പെൺകുട്ടിയോട് സത്യങ്ങളൊക്കെ ചികഞ്ഞ് അന്വേഷിക്കാൻ വേണ്ടി നോക്കുകയാണ്. എന്തായാലും അവിടെ വെച്ച് ചന്ദ്രമതിയും ബാമയും ആ ഞെട്ടിക്കുന്ന സത്യങ്ങളൊക്കെ അറിയാണ്. അതായത് ഈ ഒരു ബ്രാഞ്ച് ഉള്ളത് ശ്രുതിയുടെ പേരിലല്ല എന്നുള്ള വിവരമൊക്കെ അവര് തിരിച്ചറിയാണ്. ശ്രുതി അത് മറ്റൊരാൾക്ക് വിറ്റ കാര്യമൊക്കെ ചന്ദ്രമതി തിരിച്ചറിയുമ്പോൾ ആകെ അങ്ങ് ഇല്ലാതായി പോവാണ്. എന്തായാലും നമുക്ക് ഇന്നത്തെ എപ്പിസോഡ് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് സച്ചിയാണ്. സച്ചി നോക്കുമ്പോ കാണുന്നത് ചന്ദ്രമതി ഓരോന്നാലോചിച്ച് സ്വയം ദേഷ്യപ്പെടുന്നതാണ്. എന്നാൽ ചന്ദ്രമതിയുടെ ഓപ്പോസിറ്റ് സൈഡിൽ അച്ഛൻ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അച്ഛനടുത്ത് വന്ന് സച്ചി പറയുന്നുണ്ട്, അച്ഛാ, ഇവിടെ ചിലർക്ക് തനിച്ച് സംസാരിക്കുന്ന സ്വഭാവം തുടങ്ങിയോ? അതാർക്കാ? അതെന്താ സച്ചി നീ അങ്ങനെ പറഞ്ഞത്? അല്ലച്ചാ, ഇവിടെ ചിലര് തനിയെ ദേഷ്യപ്പെടുന്നതൊക്കെ കാണുന്നുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ഓ അങ്ങനെ പറ, നീ ഇവളുടെ കാര്യമാണല്ലേ പറഞ്ഞത്? അങ്ങനെ ഇന്നാലെന്നൊന്നും ഇല്ല അച്ഛാ. ഉരുണ്ട് കയറണ്ട. ചന്ദ്രേ, നിനക്കിതെന്താ പറ്റിയത്? ഞാനും കുറച്ചു നേരമായിട്ട് നിന്നെ നോക്കി നിൽക്കുക, ഒറ്റയ്ക്ക് ഓരോന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അതെ, അച്ഛനോടും മോനോടും ഞാൻ എന്തെങ്കിലും ചെയ്തോ? ഞാൻ എന്നോടല്ലേ സംസാരിക്കുന്നത്? എന്നോട് പോലും എനിക്ക് സംസാരിക്കാൻ പറ്റത്തില്ലേ? അതിന് ഇനി ഇവന്റെയൊക്കെ സമ്മതം വേണമായിരിക്കും. എന്റെ ചന്ദ്രൻ, നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടുന്നത്? നിന്നോട് കാര്യമില്ലേ ചോദിച്ചത്? ഓ, എവിടെ ഇരുന്നാലും മനുഷ്യന് മനസ്സമാധാനം തരരുത് കേട്ടോ. എടാ സച്ചി, നിനക്ക് ഓട്ടോ ഇല്ലേ? എങ്കിൽ പിന്നെ ഓട്ടോ ഓടിക്കാൻ പോയാ പോരെ? നീ എന്തിനാ എന്റെ കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? അച്ഛാ, ഇവിടെ ചിലര് പേരൊക്കെ മാറ്റിയല്ലോ, അതിന്റെ റിവെഞ്ച് ആണ്. പറഞ്ഞ പോലെ അതാണോ ചന്ദ്രൻ നിനക്ക് ഇത്ര ദേഷ്യം? ദേ രവിയേട്ടാ, ശ്രുതിയെ എന്റെ പേര് മാറ്റിയത് നല്ലൊരു കാര്യത്തിനാ. അത് ശരിയാണ് അച്ഛാ. അതെ, ഇതുപോലെയുള്ള പേരുകളിട്ട നല്ല കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അത് നമ്മുടെ പൗഡറേറ്റിക്ക് മനസ്സിലായി. പൗഡറേറ്റി ആരാ മോള്? നൈസായിട്ട് ആ പേരങ്ങ് മാറ്റി. ഇനിയേ അതിന്റെ അധികാരം വേറെ ആർക്കെങ്കിലും കൊടുക്കുമെന്ന് ആര് കണ്ട്? ഇപ്പൊ തന്നെ ഏകദേശം ഷെയർ ചെയ്തതിന് തുല്യ. ഇതൊക്കെ കേട്ടപ്പോ ചന്ദ്രമതിക്ക് ആകെ കൂടെ അങ്ങ് സംശയമാവാണ്. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? അല്ല, ഇങ്ങനെ സാധാരണ ഷെയറിംഗ് ഒക്കെ നടക്കുന്നതേ ഈ പണമില്ലാത്ത ഘട്ടങ്ങളിലാ. അതിന് മാത്രം പൗഡറേറ്റത്തേക്ക് എന്ത് ബുദ്ധിമുട്ടാ ഉണ്ടായതെന്നേ. ഇത് കേട്ടപ്പോ തന്നെ രവിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. സച്ചി എങ്ങോട്ടേക്കാണ് കാർ ഓടിക്കുന്നതെന്നുള്ളത്. ഡാ സച്ചി, മിണ്ടാതിരിക്കെ. അല്ലാച്ചാ, ഞാൻ അപ്പൊ തന്നെ രവി ഇങ്ങനെ കണ്ണോണ്ട് ആക്ഷൻ ഒക്കെ കാണിക്കുന്നുണ്ട്. വേണ്ട. എങ്കിൽ പിന്നെ വേണ്ടച്ചാ, ഞാൻ പോവാണേ, എനിക്ക് അടുത്ത ഓട്ടം വന്ന് കാണും. അപ്പൊ ചന്ദ്രമതി പറയുന്നുണ്ട്, നിക്കടാ, ആ ബ്യൂട്ടി പാർലറെ ഞാനും കൂടി കഷ്ടപ്പെട്ടാണ് ഇവിടെ വരെ എത്തിച്ചത്. ആധാരം പണയം വെച്ച കേസല്ലേ, അതേക്കുറിച്ചൊന്നും അമ്മ ഇനി പറയണ്ട. എന്താണ് ആധാരം പണയം വെച്ചാൽ? അവളുടെ അച്ഛനെ ആ കാശ് കറക്റ്റ് ആയിട്ട് എന്റെ കയ്യിൽ തന്നിട്ടുണ്ട്. ഓ, തന്ന വിവരം ഒന്നും പറയണ്ട. നിനക്കൊക്കെ ഒരു വിചാരം ഉണ്ടാകും, ആ ബ്യൂട്ടി പാർലർ അവൾ അങ്ങ് വിറ്റാലും എനിക്കൊരു കുഴപ്പമില്ലെന്ന്. എന്നാലേ അതൊന്നും എന്നോട് ചോദിക്കാതെ അവൾക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നീയൊന്നും അതും പറഞ്ഞ് എന്നെ കളിയാക്കണ്ട. എന്തായാലും നിന്റെ പൂക്കടയ്ക്ക് എന്റെ പേരിട്ടില്ലേ, അതിനും വലിയ നാണക്കേട് എനിക്ക് ഈ ജീവിതത്തെ വേറൊന്നും വരാൻ പോകുന്നില്ല. നിങ്ങളോട് ഞാൻ സംസാരിക്കാനും നിൽക്കുന്നില്ല. അച്ഛാ, എനിക്കൊരു ഓട്ടം കിട്ടിയിട്ടുണ്ട്, ഞാൻ എന്ന് ഇറങ്ങുക. ശരി സച്ചി. ഇതും പറഞ്ഞ് സച്ചി അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ചന്ദ്രമതി ആണെങ്കിൽ ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. ചന്ദ്രേ, നീ അവൻ പറയുന്ന ഒന്ന് കാര്യമാക്കാൻ നിൽക്കണ്ട. അല്ലെങ്കിൽ അവൻ പറയുന്നത് ആരാ ഇവിടെ കാര്യാക്കാൻ പോകുന്നത്? കാര്യാക്കിയില്ലെങ്കിൽ നിനക്ക് കൊള്ളാം. ഇതും പറഞ്ഞ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട് രവി. അങ്ങനെ ചന്ദ്രമതി ഒറ്റയ്ക്ക് എന്നെ ദേഷ്യം പിടിച്ച് ഓരോന്നും ഇങ്ങനെ പറഞ്ഞ് പെറുപെറുക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് കുറച്ച് കഴിഞ്ഞിട്ടാണ്. വീട്ടിൽ ആരോ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. അങ്ങനെ വാതിൽ തുറക്കാൻ വേണ്ടി ചന്ദ്ര ഓടുകയാണ് കേട്ടോ. ഡോർ തുറന്നപ്പോ തന്നെ അവിടെ ബാമ നിൽക്കുന്നത് കാണുകയാണ്. ബാമേ, നീ പെട്ടെന്ന് ഇങ്ങ് വന്നേ. എന്റെ ബാമേ, നിന്നോട് എത്ര നേരമായി ഞാൻ വരാൻ പറഞ്ഞിട്ട്? ഇപ്പൊ സമയം എത്രയായി? ഞാൻ വിളിച്ചിട്ടേ 2 മണിക്കൂർ കഴിഞ്ഞു. ചന്ദ്രേ, എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ എടിപിടിയെന്ന് പറഞ്ഞ പോലെ എന്റെ വീട്ടിൽ നിന്ന് പോരാനൊന്നും പറ്റത്തില്ല. ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങി പോരാൻ. ഓ, നിന്റെ ഒരു ഭക്ഷണക്കൊതി. നിനക്ക് ഇവിടെ ഭക്ഷണം കിട്ടില്ലേ? പിന്നെ നീ എന്തിനാ അവിടെ ഉണ്ടാക്കിയത്? എന്താ ചന്ദ്ര നിന്റെ കുഴപ്പം? നീ ഇപ്പൊ എന്തിനാ എന്നോട് വരാൻ പറഞ്ഞത്? അത് പറ. അതൊക്കെ പറയാം. നീയേ എന്റെ മുറിയിലോട്ട് വാ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. അല്ല, രവിയേട്ടൻ ഇവിടെ ഇല്ലേ? ഇല്ല, അദ്ദേഹം പുറത്തു പോയിരിക്കുക, ഏതൊരു കൂട്ടുകാരനെ കാണാൻ. ഇനിയിപ്പൊ കുറച്ച് കഴിഞ്ഞിട്ടേ വരൂ. നീ വാ. നിക്ക് ചന്ദ്രേ, ഞാൻ അവിടെ നിന്ന് ഓട്ടോ വിളിച്ച് ഇവിടെ വരെ വന്നതല്ലേ. എനിക്ക് വല്ലാത്ത ദാഹം. നീ എനിക്ക് കുറച്ച് വെള്ളം എടുക്ക്. വെള്ളമല്ലേ, അത് ഞാൻ എടുക്കാം. പിന്നെ പച്ചവെള്ളം വേണ്ട കേട്ടോ. എന്തെങ്കിലും ജ്യൂസ് കിട്ടിയ കുഴപ്പമൊന്നുമില്ല. എന്റെ ബാമേ, ഞാൻ പറയാനുള്ളത് കേട്ടിട്ട് നിനക്ക് ജ്യൂസ് അടിച്ചെന്നാ പോരെ. പക്ഷേ നീ പറയുന്നത് കേൾക്കാൻ എനിക്കൊരു ഉന്മേഷം ഉണ്ടാവില്ല. ഓ, എന്നാ പിന്നെ നീ അവിടെ പോയിരിക്കെ, ഞാൻ നിനക്ക് ജ്യൂസ് എടുത്തോണ്ട് വരാം. അപ്പോഴാണ് മുമ്പിൽ തന്നെ രേവതിയെ കാണുന്നത്. ഇവളിവിടെ ഉണ്ടായിരുന്നുല്ലേ. രേവതി, എന്താ അമ്മേ? നീ എന്തെങ്കിലും ജോലിയിലാണോ? ഞാൻ പൂക്കടയിലിട്ട് പോവാൻ പോവാ. അതിന് നീ എല്ലാ ജോലിയും തീർത്തോ? ഞാൻ എല്ലാ ജോലിയും തീർത്തിട്ടാ അമ്മേ പോകുന്നത്. എങ്കിലേ ബാമ വന്നിട്ടുണ്ട്, നീ അവക്ക് കുടിക്കാൻ കുറച്ച് ജ്യൂസ് എടുക്ക്. അമ്മേ, ഇപ്പൊ തന്നെ ലേറ്റ് ആയി, അമ്മ കുടിക്കില്ലേ? ദേ, എന്റെ സ്വഭാവം മാറ്റരുത്. നീ പെട്ടെന്ന് ജ്യൂസ് അടിച്ചു കൊടുക്ക്. ആ സമയത്ത് ബാമ അങ്ങോട്ട് വരുന്നുണ്ട്. അല്ല, രേവതി പൂക്കടയിലോട്ട് പോവാൻ ഇറങ്ങിയതല്ലേ, നീ എനിക്ക് പോയിട്ട് എടുത്തോണ്ട് വാ ചന്ദ്രേ. ബാമേ, നിനക്ക് ജ്യൂസ് കിട്ടിയാ പോരെ, ഞാൻ എടുത്തിട്ട് നീ കുടിക്കണ്ട. എങ്കിൽ പിന്നെ രേവതി മോളെ, ഞാനേ അവിടെ നിന്ന് വരുവാ. വല്ലാതെ ദാഹിക്കുന്ന പോലെ, മോള് കുറച്ച് ജ്യൂസ് തരുമോ?
ശരി, ഞാൻ അടിച്ചോണ്ട് വരാം. അങ്ങനെ അവിടുന്ന് രേവതി കിച്ചണിലോട്ട് പോകുന്നുണ്ട്. അപ്പൊ തന്നെ ചന്ദ്രമതി ബാമയെ വിളിച്ച് റൂമിലേക്ക് ചെല്ലാണ്. ചന്ദ്രേ, ഞാൻ ആ ജ്യൂസ് കുടിച്ചിട്ട് നിനക്ക് പറഞ്ഞാ പോരെ? ജ്യൂസേ എത്തണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പോയാലും ഒരു 10 മിനിറ്റ് പിടിക്കും. നിനക്ക് ഞാൻ ആ പറയാനുള്ളത് കേൾക്കാതെയും. ശരി, എന്താ നിന്റെ പ്രശ്നം പറ. ബാമേ, ഞാനൊരു വല്ലാത്ത വിഷമത്തിലാ. വിഷമത്തിലോ? എന്തു പറ്റി? അതൊന്നും പറയണ്ട, എനിക്ക് വല്ലാത്തൊരു വിഷമം കുടിയിരിക്കുക. നീ കാര്യം തെളിയിച്ച് പറയുന്നുണ്ടോ? അതെ, നമ്മുടെ ശ്രുതിയില്ലേ, ആ ശ്രുതി എന്നെ പറ്റിക്കുവാണോന്ന് എനിക്ക് തോന്നുന്നു. പറ്റിക്കേ? അവളെന്താ നിന്നോട് ചെയ്തത്? എന്ന് വെച്ചാ അവളുടെ അച്ഛൻ മലേഷ്യ തന്നെയാണെന്ന് എന്താ ഉറപ്പ്? നമ്മൾ അവളുടെ അച്ഛനെ കണ്ടിട്ടില്ലല്ലോ, പിന്നെ ഏതോ ഒരു ഇളയച്ചനെ കണ്ടു. അയാൾ അന്ന് വന്നു പോയതാ, ഒരു കോമാളി വേഷം കെട്ടിയ ഒരു ഇളയച്ചൻ. ചന്ദ്രേ, നിനക്ക് അയാളെ വലിയ ബഹുമാനമായിരുന്നല്ലോ, പിന്നിപ്പോ ഇതെന്തു പറ്റി? എനിക്കൊന്നും അറിയില്ല. എന്നെ എല്ലാം കൂടി നാടകം കളിപ്പിക്കാണെന്ന് എനിക്ക് സംശയം. ഏയ്, ശ്രുതിമോൾ അങ്ങനെ ചെയ്യുന്ന എനിക്ക് തോന്നുന്നില്ല. ചന്ദ്രേ, നിനക്ക് വല്ലതും തോന്നുന്നതായിരിക്കും. തോന്നലാവട്ടെന്നാ എന്റെയോ ആഗ്രഹം. എന്നാലും എന്റെ മനസ്സിന് ഓരോ ദിവസവും ആ കാര്യം അലട്ടിക്കൊണ്ടിരിക്കുക. ഈ ശ്രുതിയുടെ അച്ഛനെ കുറിച്ച് അറിയാൻ മലേഷ്യയിൽ നിനക്ക് വല്ല പരിചയക്കാരുണ്ടോ? പിന്നെ എനിക്ക് മലേഷ്യയില്, ദുബായില്, ഖത്തറില് അങ്ങനെ കണ്ട സ്ഥലങ്ങളിലൊക്കെ പരിചയക്കാരാ. ഒന്ന് പോ എന്റെ ചന്ദ്രേ. ഞാൻ എങ്ങനെ അന്വേഷിച്ചറിയാനാ? അല്ല, നിന്റെ ഒരു ബന്ധുവില്ലേ മലേഷ്യയില്? ഏത് ബന്ധു? ബാമേ, നിന്റെ പരിചയത്തിൽ ഒരാളില്ലേ, ഒരു കഷണ്ടി തലയൻ? ഓ, പ്രഭാകരേട്ടൻ. ആ പ്രഭാകരേട്ടൻ തന്നെ. അയാൾ അവിടെ മലേഷ്യയിലല്ലേ? അയാളൊന്നും അല്ല, അയാളുടെ മരുമകളാ മലേഷ്യക്കാരി. അയാളുടെ മരുമകളും മകനും ഇപ്പൊ മലേഷ്യയിലാണെന്നാ കേട്ടത്. അവരെ വിളിച്ച് അന്വേഷിച്ച ഇതറിയാൻ പറ്റുമോ? അവരൊക്കെ വലിയ ആളുകളാ ചന്ദ്രേ. അവരെങ്ങനെ ഈ കുട്ടിയുടെ അച്ഛനെ കുറിച്ച് അന്വേഷിക്കുക? അവിടുത്തെ വലിയ ബിസിനസ്മാൻ അല്ലേ, അവർക്ക് അറിയാൻ മതിയായിരിക്കുമല്ലോ. ശരി, ഞാൻ വേണമെങ്കിൽ ഒന്ന് വിളിച്ച് അന്വേഷിക്കാം. കിട്ടിയാ കിട്ടി. പിന്നെ അവരെ കൊണ്ട് പറ്റില്ലെന്നൊന്നും പറഞ്ഞാൽ എനിക്ക് നിർബന്ധിക്കാനൊന്നും പറ്റത്തില്ല. അതൊന്നും വേണ്ട ബാമേ, നീ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മാത്രം മതി. ശരി ശരി, ഇത് പറയാനാണ് നീ എന്നെ വിളിച്ചത്? അപ്പോഴാണ് രേവതി ജ്യൂസായിട്ട് വരുന്നത്. ആ ജ്യൂസ് ഇങ്ങ് തന്നെ. ഇതും പറഞ്ഞ് ചന്ദ്രമതി തട്ടിപ്പറിച്ച് വാങ്ങണ കയ്യിന്ന്. പോയെ, നിനക്ക് പൂക്കടെ പോവാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പൊയ്ക്കോ. അതും പറഞ്ഞ് ജ്യൂസ് വാങ്ങി ബാമയുടെ കയ്യിൽ കൊടുക്കാണ്. എന്തൊരു പണിയാ ചന്ദ്രൻ നീ ചെയ്തത്? ആ കുട്ടി സ്നേഹത്തോടെ ജ്യൂസ് ഉണ്ടാക്കി ഉണ്ടെന്നിട്ട് ഒരു നല്ല വാക്ക് അതിനോട് പറയാൻ പറ്റിയില്ല. ബാമേ, എനിക്ക് ദേഷ്യം പെരുവരിൽ എരിച്ചു കയറുന്നു. നീ ഇതിനൊരു സമാധാനം ഉണ്ടാക്കിത്താ. പറഞ്ഞല്ലോ അയാളോട് ഞാൻ വിളിച്ച് അന്വേഷിക്കാന്ന്. ഇനി എന്താ നിനക്ക് വേണ്ടത്? ഇനി ആ ബ്യൂട്ടി പാർലറിൽ ഒരു കാര്യം നിന്നോട് പറയാനുണ്ട്. എന്ത് കാര്യം? കുറച്ചു ദിവസമായി ഞാൻ ഈ വിവരം അറിഞ്ഞിട്ട്. എനിക്ക് ഇപ്പോഴും അവളെ കടിച്ചു കയറി തിന്നാനുള്ള ദേഷ്യമാ. ഓ, നീ അത് തെളിയിച്ച് പറ. അത് പിന്നെ ബാമേ, ആ ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നുള്ള പേര് മാറ്റി അവൾ ഏതോ ഒരു ഗ്രീൻ ബ്രാൻഡ് എന്നുള്ള പേര് വെച്ചേക്ക് ഇപ്പോ. അത് കേട്ടിട്ട് ബാമയാണെങ്കിൽ അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്താ ബാമ ഇത്ര ചിരിക്കാൻ? നിനക്കിത് കേട്ടിട്ട് ചിരിയാണോ വന്നത്? പിന്നെ നായികയ്ക്ക് 40 വട്ടം നീ ആ പേരും പറഞ്ഞ് നടക്കുമല്ലായിരുന്നോ? ഇപ്പൊ അവള് കറിവേപ്പിന് പോലെ നിന്നെ എടുത്ത് എറിഞ്ഞോ എന്തോ എനിക്കറിയില്ല. അവൾ ഏതോ ബ്രാഞ്ചിന്റെ കൂടെ കൂടിയിട്ടിപ്പോ വലിയ എന്തോ ബിസിനസ് ചെയ്യാണെന്നൊക്കെ പറഞ്ഞത്. അവളുടെ ബ്യൂട്ടി പാർലറിന്റെ ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്. എന്നാലും അവൾ എന്റെ പേര് എന്നോട് ചോദിക്കാതെ മാറ്റിയില്ലേ? അത് ഞാൻ ഒരിക്കലും സമ്മതിച്ചു കൊടുക്കില്ല. ശരി, എന്താപ്പ നിന്റെ പ്ലാന്? നമുക്ക് അവളില്ലാത്ത സമയം നോക്കിയിട്ടേ ഒന്ന് ബ്യൂട്ടി പാർലർ വരെ പോണം. ഇപ്പൊ ശ്രുതി ഇവിടെ ഉണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് പാർലർ വരെ പോയിട്ട് വന്നാലോ? ശരി, പോവാം. നിന്റെ സംശയം തീർക്കണല്ലോ. എന്നാ പിന്നെ പെട്ടെന്ന് തന്നെ പോര്. അങ്ങനെ അവര് 2 പേരും കൂടി ബ്യൂട്ടി പാർലറിലോട്ട് എത്തുകയാണ്. എത്തിയ പാടെ തന്നെ ബാമ പറയുന്നുണ്ട്, ചന്ദ്രേ, ഇവിടെ ഇന്നൊന്ന് സ്പാ ചെയ്യണം. ശ്രുതിയോട് പറഞ്ഞിട്ടേ നീ എനിക്കൊന്ന് അത് ചെയ്യാൻ വേണ്ടി സഹായിക്ക്. പണം ഞാൻ പിന്നെ തരാം. നിനക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ആദ്യം ഇതൊന്നും അറിയട്ടെ. നീ വാ. ബാമേ, നീ എല്ലാ കാര്യങ്ങളും ചോദിച്ചന്വേഷിക്കണം കേട്ടോ. അതൊക്കെ ഞാൻ ചോദിക്കാം. അങ്ങനെ ആദ്യം തന്നെ ക്യാബിന്റെ അടുത്തോട്ട് വരികയാണ് കേട്ടോ. എന്താ മാഡം, എന്ത് ചെയ്യാനാ? അത് പിന്നെ എനിക്കൊന്ന് സ്പാ ചെയ്യണം. അകത്തേക്ക് കയറിക്കോളും മാഡം, ഞാൻ അതിനുള്ള അറേഞ്ച്മെന്റ് ചെയ്യാം. അയ്യോ വരട്ടെ, ഇവിടുത്തെ പ്രൈസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ചെയ്യാന്ന് കരുതിയിട്ടാ. ശരി മാഡം, എന്നാ പിന്നെ അകത്തേക്ക് കയറിക്കോളൂ. അങ്ങനെ ഇവർ അകത്തേക്ക് കയറിയപ്പോ ക്യാബിലിരിക്കുന്ന പെൺകുഞ്ഞല്ലോ ചിന്തിക്കുന്നുണ്ട്, ഇവരെ ഞാൻ എവിടെയോ കണ്ട പോലെ. ആരെയാണ്? ചന്ദ്രമതിയാണ് കേട്ടോ പറയുന്നത്. എന്തായാലും ആവട്ടെ. ഇതും പറഞ്ഞ ആ പെണ്ണിന്റെ പണി നോക്കുകയാണ്. ആ സമയത്ത് ചന്ദ്രമതി അവിടെ ഇരിക്കുന്ന പെണ്ണുങ്ങളെയൊക്കെ ഇങ്ങനെ ഇട്ട് ഭരിക്കുന്നുണ്ട് കേട്ടോ. അതെ, ഇങ്ങനെയൊന്നും അല്ല, കുറച്ച് ആത്മാർത്ഥതയോട് കൂടിച്ച് ജോലി ചെയ്യ്. നിങ്ങളേക്ക് എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നത്? ഇതൊക്കെ പറഞ്ഞ് അവിടെയുള്ള നേപ്പാളി പെണ്ണുങ്ങളെ ഇട്ട് ചീത്ത പറയുന്നുണ്ട് കേട്ടോ. അപ്പൊ ഒരു നേപ്പാളി പെണ്ണ് പറയുന്നുണ്ട്, വാട്ട് എനി പ്രോബ്ലം നിന്റെ അമ്മയ്ക്ക്? വാട്ടല്ല കൂട്ട്. ഇത് കേട്ടപ്പോ ബാമ പറയുന്നുണ്ട്, ചിരിക്കാൻ വേറെ എവിടെ പോവണ്ട എന്റെ ചന്ദ്രേ. ഒന്നെങ്കിൽ ഇവരുടെ ഭാഷയിൽ സംസാരിക്കേ, അല്ലെങ്കിൽ പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കേ. ഇതൊന്നും അറിയാതെ നീ ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കല്ലേ. അതിന് ഇവരുടെ ഭാഷ ഏതാ? ഇവര് നേപ്പാളീസ് അല്ലേ, അതുകൊണ്ട് നേപ്പാളി ഭാഷയിൽ സംസാരിക്കും. ഓ പിന്നെ ഞാൻ പണ്ട് ആ ഭാഷ പഠിക്കാൻ പോയിക്കുമല്ലേ. എന്നാ പിന്നെ നീ ഇവിടെ എവിടെയെങ്കിലും ഇരിക്കും. ഞാൻ ആ ക്യാബിലുള്ള പെണ്ണ് മാത്രമേ മലയാളി ആയിട്ടുള്ളൂ, അവളോടൊന്ന് ആദ്യം സംസാരിക്കട്ടെ. എന്നാ ഞാനും വരാം. ഇത് പറഞ്ഞ് ചന്ദ്രമതിയും ഭാമയും കൂടി ക്യാബിലുള്ള പെണ്ണിന്റെ അടുത്തേക്ക് പോവാണ്. അതെ, എന്താ മാഡം, ഒന്നും പറ്റിയില്ലേ? ബഡ്ജറ്റ് ഓക്കെ അല്ലേ? ബഡ്ജറ്റ് ഒക്കെ ഓക്കെയാണ്.
എനിക്ക് ഈ ബ്യൂട്ടി പാർലറിനെ കുറിച്ച് അറിയണമെന്നുണ്ട്. അയ്യോ, ബ്യൂട്ടി പാർലർ കൊടുക്കുന്നൊന്നുമില്ല. അയ്യോ അതല്ല, ജസ്റ്റ് ഇതുപോലെ ഒരെണ്ണം എനിക്ക് തുടങ്ങണമെന്നുണ്ട്. അപ്പോ ഇതേക്കുറിച്ചൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ടോ. ഓ, മാഡത്തിന് എന്ത് വേണമെങ്കിലും ചോദിക്കാം. സന്തോഷം. അല്ല, ഞാൻ ഇതിനു മുൻപ് ഇവിടെ ബ്യൂട്ടി പാർലർ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഈ പേരല്ലായിരുന്നല്ലോ, ചന്ദ്രമതി ബ്യൂട്ടി വേൾഡ് എന്നോ അങ്ങനെ വല്ലോ ആയിരുന്നു. ഇപ്പോ ഗ്രീൻ ബ്രാൻഡ് എന്നാണല്ലോ പേര്. അത് പിന്നെ ഓണർ മാറിയ പിന്നെ പേര് മാറില്ലേ? അപ്പോ ഓണർ മാറിയോ? ആ മാറി. അപ്പോ ഇപ്പൊ ഓണർ പാർട്ട്ണർഷിപ്പ് ആയിരിക്കും അല്ലേ? പാർട്ട്ണർഷിപ്പ് ഒന്നല്ല, സിത്താര മേഡം ആണ് ഇപ്പൊ ഈ ഗ്രീൻ ബ്രാൻഡിന്റെ മുതലാളി. സിത്താര മേഡമോ? അതെ, സിത്താര മേഡത്തിന് അറിയില്ലേ? മേഡത്തിന് ഒരുപാട് ബ്രാഞ്ച് ഉണ്ട് ഗ്രീൻ ബ്രാഞ്ച് എന്നുള്ള പേരില്. എന്നാ ഇത് കേട്ടിട്ട് ചന്ദ്രമതിക്ക് ആകെ തല കറങ്ങാണ് കേട്ടോ. ഭാമേ, എന്തൊക്കെയാ ഇവളീ പറയുന്നത്? എടി, ഇവിടത്തെ ഉപ്പും ചോറും നിന്നിട്ട് നീ എന്താ ശ്രുതിയെ തള്ളിപ്പറയാണോ? എന്താ ഇത്? അപ്പോ ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ അല്ലേ? എന്തൊക്കെയാ മാഡം നിങ്ങൾ ഈ പറയുന്നത്? ഇത് ശ്രുതിയുടെ ബ്യൂട്ടി പാർലർ അല്ല, ആയിരുന്നു അത് ആദ്യം. ഇപ്പൊ ഇത് ശ്രുതി മാഡം സിത്താര മാഡത്തിന് വിറ്റിരിക്കുക. ഇപ്പൊ വിറ്റിട്ട് ഏകദേശം ഒരു 4-5 മാസമായി കാണും. 4-5 മാസോ? അതിന് ഈ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ട് ആകെ 7-8 മാസമല്ലേ ആയിട്ടുള്ളൂ. അതെ, തുടങ്ങിയപ്പോ തന്നെ അത് ശ്രുതി മാഡം വിറ്റിട്ടുണ്ടായിരുന്നു. ഈശ്വര, ഞാൻ എന്തൊക്കെയാ ഭാമിയെ കേൾക്കുന്നത്? എനിക്ക് തല കറങ്ങുന്നത് പോലെ. ഇതും പറഞ്ഞ അവിടെ ബോധം കിട്ടി വീഴാണ് കേട്ടോ ചന്ദ്രമതി. അയ്യോ ചന്ദ്രേ, അയ്യോ മാഡത്തിന് ഇതെന്ത് പറ്റി? നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടിട്ട് ചന്ദ്രയുടെ കിളി പോയെന്നാ തോന്നുന്നത്. ചന്ദ്രേ, നീ ഒന്ന് എഴുന്നേൽക്കെന്റെ ചന്ദ്രേ. ഓക്കെ, ഇനി നല്ല കിടിലൻ ട്വിസ്റ്റുകൾ നടന്ന എപ്പിസോഡാണ് കേട്ടോ. ഇനി ചന്ദ്ര എന്തായാലും വീട്ടിലെത്തുന്നുണ്ട്. നമ്മുടെ ശ്രുതിയായിട്ട് പൊരിക്കുന്നുണ്ട് കേട്ടോ, നിർത്തി പൊരിക്കാണ്. എന്തായാലും ഇനി കിടിലൻ ട്വിസ്റ്റുകൾ നിറഞ്ഞ എപ്പിസോഡുകളാണ് വരാനിരിക്കുന്നത്. ആ വരാനിരിക്കുന്ന എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക, നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.